അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എൻ്റെ അമ്മാൻ്റെ വീട്ടിലത്തെ മദ്രസത്തെ നബിദിന പരിപാടി കാണാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഇപ്രാവശ്യം 3 നബിദിന പരിപാടി കണ്ടിട്ടാ. ഒന്ന് തിരൂരും, ഒന്ന് എൻ്റെ അനിയൻ്റെ മദ്രസത്തെ പരിപാടിയും, ഒന്ന് എൻ്റെ അമ്മാൻ്റെ വീട്ടിലത്തെ പരിപാടിയും. പിന്നെ അങ്ങനെ പോണ വയ്ക്കതാട്ടെ ഈ പശുക്കുട്ടി ഇത് ഞങ്ങൾ കണ്ടിട്ട് പായാണ് കേട്ടോ. എന്താണെന്നാവട്ടെ സംഭവം. കുറേ ഞാൻ കൈയൊക്കെ നീട്ടി വിളിച്ചാൽ നോക്കി, പക്ഷേ വരുന്നില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര പേടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ച് തന്നപ്പോൾ ഉണ്ട് ഡ്രൈവർ ഭയങ്കര ചൂടിലാട്ടോ. ഡ്രൈവർ നിൽക്കാതെ ഓണടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി പായട്ടോ. എൻ്റെ അമ്മ മുന്നിൽ പാഞ്ഞ അവിടെ എത്തിയിരിക്കുന്നു. എൻ്റെ അമ്മ പിന്നെ അങ്ങനെ കേട്ടോ, എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ മുന്നിൽ ഇറങ്ങും. എന്നിട്ട് ഇന്നെ അങ്ങനെ ചീത്ത അറിയട്ടാ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒന്നും കഴിയൂല. അങ്ങനെ പോണ പൈക്കളൊക്കെ കളിപ്പിച്ചും കൊണ്ട് ചെന്നപ്പോൾ ഡ്രൈവർ ഭയങ്കര ചൂടിലാട്ടാ. അപ്പോൾ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായില്ല, എന്നെ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവാതെ പോകും. പിന്നെ അപ്പോൾ ഓനോട് വർത്താനം പറയാൻ നിന്നില്ല കേട്ടോ. വേഗം വണ്ടി കയറാൻ നോക്കിയിട്ടാ. അതിൻ്റെ ഇടയിൽ മറ്റാൾക്ക് തലക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ വേഗം ഇറങ്ങി. അല്ലെങ്കിൽ വെച്ച് തലക്കിരിക്കഴിഞ്ഞേ. അപ്പോൾ ഓനിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഓൻ വേഗം ഇറങ്ങി. പിന്നെ തല്ലുവിടാൻ നിന്നില്ല, വേഗം വണ്ടി കയറി കൂടിയിട്ടാ. അങ്ങനെ പിന്നെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാന്നില്ലേ. ഞാൻ എന്താ പറയുക, മൊമെൻറ്റ് പിടിച്ചേക്കണം എന്താ വെച്ചാൽ മുത്തുമോൻ്റെ കൂട്ടുകാരൻ്റെ മൊമെൻ്റ് ആട്ടത്. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള മൊമെൻറ്റും മുട്ടായും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും എടുത്തേക്കണം, പോണ വൈക്കോ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് നടക്കാനൊക്കെയുള്ള വഴിയുള്ളൂ. 5-10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് മതി നടക്കാനിട്ടാ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വൈത്താലം പോയാൽ അരമണിക്കൂറായാലും 2 മണിക്കൂറായാലും ഉമ്മാൻ്റെ വീട്ടിൽ കണ്ടെത്തൂല. കാരണം എന്താ, പോണ വഴിക്കൊക്കെ നാട്ടുകാരല്ലേ. അങ്ങനെ വർത്താനം അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു നേരം. പിന്നെ ഇപ്പം മുത്തുമ്മ വണ്ടി ഓടിച്ചിരുന്ന കാരണം പിന്നെ ഓൻ്റെ വൈത്താലം വേഗം വണ്ടി കയറി കൂടിയാൽ മതി. പിന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാട്ടെ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടപ്പോൾ ഇതും നമ്മൾ ഇരുന്നുണ്ടായി പണി ചുരിദാർ അയച്ചിടൂലേന്ന് അത് വിചാരിച്ചാതിരിക്കാനാണ് മുൻകൂട്ടി ആദ്യം തന്നെ പറഞ്ഞ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചായ അടിച്ചാൽ അപ്പം ദോശയൊക്കെ ചുട്ട് സമ്മന്തി ഉണ്ടാക്കാനുള്ള എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയും കൊണ്ട് ചൂടാറാൻ വെച്ചപ്പോഴാട്ടെ നബിദിന പരിപാടീൻ്റെ ഒച്ചപ്പാട് ഇട്ടത്. അപ്പം അമ്മ പറഞ്ഞു വേഗം വന്നുള്ളി വരാനിരിക്കണ. അങ്ങനെ ഇട്ട ഡ്രസ്സിൽ ഇറങ്ങി മണ്ടിയതാട്ടാ. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ എടുത്തായ കാരണം പിന്നെ ഏത് കോലത്തിലും പോവാമല്ലോ. അങ്ങനെ പിന്നെ മിഥുനെ വണ്ടിയിൽ നിന്ന് 1-2 പറഞ്ഞ് വെറുതെ തല്ലുകൂടി. അതാട്ടോ ഓന തല തിരിച്ച് നിൽക്കണത്. ഓനക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഓൻ്റെ അടുത്തേക്ക് ക്യാമറ ഇട്ട് ചെല്ലണത്. ഓനെ പിന്നെ അതാക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടി. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും റാലി കാണാൻ പോയിക്കണം. അപ്പോൾ അങ്ങനെ തിണ്ടുമതിയമാതിരി പാത്രങ്ങളുണ്ട്. അപ്പം എൻ്റെ വിചാരം എല്ലാം മുട്ടായി ആളെന്തെങ്കിലും ഇങ്ങനെ റാലിക്ക് കൊടുക്കാനാ വെച്ചിട്ട് വണ്ടി പോയി തുറന്നു നോക്കിയത്. പക്ഷേ അതിലൊന്നുമില്ല. അപ്പം എന്താ നീർച്ചക്ക് ചോറിനുള്ള പാത്രങ്ങൾ അമ്മായിട്ടും വന്നീന്ന് അറ്റങ്ങൾ റെഡിയാക്കി അവിടെ തിണ്ടും വെച്ചിട്ട് ഓലെല്ലാവരും ഇത് റാലി കാണാൻ വേണ്ടി ഇപ്പോൾ നിൽക്കണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ എന്താ കരുതിച്ചാൽ ഇവിടെ മുട്ടായി കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ മുട്ടായി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും, അതാണ് ഈ പുറത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് ഞാനത് മിണ്ടി പോയി തുറന്ന് നോക്കിയത്. അപ്പോൾ അതിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ എന്തായാലും റാലി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അയൽവാസിൻ്റെ തൊടുക്ക് വന്നിട്ട് നമ്മൾ പിന്നെ എവിടെ പോയാലും തൊടുവിലും മൂലയ്ക്കും മതിലുമൊക്കെ കയറിയിട്ടാവും പരിപാടി കാണാം. അതേമാതിരി ഇവിടെ പിന്നെ എൻ്റെ അമ്മായി കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അതാ വെള്ളം കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പന കൂട്ടുകാരൻ കേട്ടോ വെള്ളം ഇട്ടിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ വെള്ളം കൊടുക്കണ പരിപാടിയാണ് കേട്ടോ. ഇവർ പിന്നെ എല്ലാ പ്രാവശ്യവും അങ്ങനെ വെള്ളം ഇതൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഓല പെരീത്തെ ഓല വക വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി നിന്ന് ഞങ്ങൾക്കും കിട്ടിയിരുന്നു കേട്ടോ വെള്ളം. അങ്ങനെ പിന്നെ ദഫുട്ടികൾക്ക് കൊടുത്തപ്പോൾ പറ്റങ്ങൾ പാവം അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് വെള്ളം കുടിച്ചേട്ടത്. അത് അങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടിയ വെള്ളം ഇരുന്ന് കുടിച്ചണല്ലോ, നിന്ന് കുടിച്ചാൽ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ഇരിക്കും, കുറേ ആൾക്കാർ നിൽക്കും. റാലിയല്ലേ, റോട്ടുമെന്ന് ഇപ്പം അങ്ങനെ ഇരിക്കാൻ വെച്ചല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ആയിട്ട് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇതൊക്കെ തട്ടാ അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കണ്. ഇതട്ടമ്മാൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ മദ്രസത്തെ എന്താ പറയുക അയിന്ത് പള്ളി, അതന്നെ അതാ പെരക്കാര പള്ളി തന്നെ ചെയ്യുന്നിട്ടത്. അങ്ങനെ പിന്നെ അതാ ഈ ഭാഗത്തൊക്കെ ഇതേമാതിരി ലോറി ആയിക്കാരട്ടാ. അങ്ങനെ രസമല്ല അങ്ങനെ ലോറി ഇതൊക്കെ പണ്ടിൻ്റെ ഒപ്പം ഞങ്ങൾ കുട്ടികളെ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഇതേമാതിരി നബിദിനത്തിന് ഇപ്പാക്ക് ലോറി ഉണ്ടായിരുന്നു. അങ്ങനെ നബിദിന പരിപാടിക്കൊക്കെ പോയിട്ട് കുറേ പൂമാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്നിട്ട്. കാരണം പരിപാടി കഴിഞ്ഞാൽ ഒരു പെരേക്ക് വരുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കുട്ടികൾ കളിച്ചുള്ളല്ലേ കാരണം. അതൊക്കെ ഒരു കാലം, അതൊക്കെ രസമായിരുന്നല്ലോ. പിന്നെ പണ്ടത്തെ നബിദിനം എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ രസമാണ്. നമ്മൾ പറയും നമ്മളെ ചെറുപ്പത്തിലത്തെ നബിദിനമാണ് രസം, നമ്മളമ്മാരും ഉപ്പാരൊക്കെ പറയും ഓലെ ചെറുപ്പത്തിലത്തെ നബിദിനമാണ് രസം. എന്തായാലും നമ്മൾ കണ്ടല്ലേ നമുക്ക് രസം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ കുട്ടികൾ അവിടെ റോട്ടുമൊക്കെ ഇരുന്നിരിക്കണം കേട്ടോ. എന്താ സംഭവിച്ചാൽ ഇത് കളിച്ചാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് അവിടെ ഇരുന്നിരിക്കുന്നത്. പിന്നെ അമ്മേൻ്റെ കുട്ടിക്ക് ഇതേമാതിരി പാട്ടും പ്രസംഗവും പിന്നെ ഇപ്പം എന്താ ഫ്ലവർ ഷോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷോനൊന്നും അപ്പം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല. കാരണം ഓലൊക്കെ ആ സൈഡത്തെ റോട്ടിലേന്നും പിന്നെ അവിടെ ഇവിടെ മതിലുമൊക്കെ പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ നിൽക്കണ കണ്ടില്ല. കാരണം അങ്ങനെയൊക്കെ കയറി നിന്നാലേ നല്ലപോലെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുട്ടികളെ ചെയ്യുന്നത് അങ്ങനെ ട്രാലി അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയി കേട്ടോ. കാരണം സ്ഥലം പിടിച്ചൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ മതിലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കല്ലുമ്മ കൊത്തി പിടിച്ച് കയറിയിരുന്നാലേ ഇപ്പം നമുക്ക് നല്ലപോലെ വൃത്തിക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടിട്ട് ഞങ്ങൾ പണ്ട് അവിടേക്ക് ഇരുന്നിട്ടാണ് നീനീന്ന്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വരണ മുറ്റത്ത് അവിടെ പോയി നിൽക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നാൽ 2 കാര്യമുണ്ട്. അവിടെ നിന്നാൽ അവിടുത്തെ കളി മാത്രം കാണുള്ളൂ. ഇവിടെ നിന്നാൽ ആ പെരയിൽ കളിച്ചുന്ന കളിയും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടുത്തെ അയൽവാസികൾക്ക് അതേമാതിരി നോട്ടുമാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പം അത് നല്ല അസലായിട്ട് അവിടെ നിന്ന് നോക്കിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കുട്ടികൾ നോട്ടുമാലൊക്കെ ഇട്ടതിന് ശേഷം ആ കുട്ടികളെ കിട്ടിയ പൊലിവിൽ അത് അപ്പുറത്തെ പെരേക്ക് കളിച്ചാൻ വേണ്ടി പോകട്ടെ. അതായത് ഇപ്പോൾ വെള്ളം കൊടുത്ത പെര ഉണ്ടല്ലോ, ആ പെരയിലാട്ടോ പിന്നെ കളിച്ചിട്ടുണ്ട്. ആ പെരയിലൊരു താത്ത ഉണ്ട്. അപ്പോൾ ആ താത്തയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കളിച്ചാൻ വേണ്ടി പോവാട്ടോ. അതായത് ആ പെരീത്തെ ഉമ്മാനെ കാണാനല്ല, സോറി, ഉമ്മാക്ക് കളി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവട്ടോ. പിന്നെ വെള്ളം ഊരിക്കണ തിരക്ക് അത് അവിടെ വേറെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്നാൽ രണ്ട് കളിയും കാണാൻ പറ്റും. കാരണം ആ റോട്ടിൽ വന്ന് കളിച്ചണത് ഇവരെ മുറ്റത്ത് നിന്ന് കളിച്ചണൊക്കെ നല്ലപോലെ നമുക്ക് വൃത്തിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് ഫ്ലവർ ഷോൻ്റെ കുട്ടികളൊക്കെ അതാ വരുന്നത് കേട്ടോ. പറ്റങ്ങൾ അത് അങ്ങനെ തന്നെ അട്ടിപ്പേച്ചിന് കേട്ടോ. കാരണം റാലി അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോവും. പിന്നെ ഈ റോട്ടിൽ കൊണ്ട് വന്നാൽ വണ്ടികൾ വന്നാൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയായിട്ട് എന്തായാലും ഓല് തിരിച്ച് പോയിട്ട് അങ്ങനെ തന്നെ മിക്കുമൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓനെ കാണാൻ പറ്റില്ല. മിക്കു എന്ന് പറയുന്ന ആരാ വെച്ചാൽ അമ്മേൻ്റെ കുട്ടിയാണ്. ഓനൊട്ട് ഞങ്ങൾക്ക് കാണാനും പറ്റില്ല. അപ്പോൾ കാക്കാർ അങ്ങനെ തന്നെ അട്ടിപ്പിച്ചിട്ട് ആ കുട്ടികളെ അങ്ങനെ ഓലാണ്ട് പോയതിൻ്റെ ശേഷം അതാ എന്താ പറയുക, അറബന കുട്ടികളൊക്കെ ഇതാട്ടോ വന്നിരിക്കുന്നത്. കുട്ടികളല്ല, ചെക്കന്മാരാട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ അത് മുത്തുമോൻ അത് അവിടെ എന്താണ് അമ്മേൻ്റെ പേരക്കുട്ടീനൊക്കെ കളിപ്പിച്ചെന്നെ തിരക്കാട്ടാ. പിന്നെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ എന്താ സുഖമല്ലേ, ഇതേമാതിരി മതിൽമൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊത്തിപ്പിടിച്ച് കയറിയാൽ മതി. ഉമ്മക്കാണ് എവിടെയും കൊത്തിപ്പിടിച്ച് കയറാൻ പറ്റാതെ. കാരണം എന്താ കരുതുക, ഈ പെണ്ണെന്താ സുഖമില്ലേ എന്നൊക്കെ കരുതും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞാലും നടന്നാലും മറിഞ്ഞാലൊക്കെ കുറ്റം തന്നെയല്ലേ. കാരണം പിന്നെ ഇപ്പോൾ എല്ലാവരും കുറ്റം നോക്കി എല്ലാവരും കണ്ണു മോറ് നന്നാക്കിയിട്ടൊന്നും ഒരിക്കലും നമുക്ക് ജയിച്ചാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കി നിന്നിട്ട് നമുക്ക് കളിയും കാണൂല, നബിദിന പരിപാടിയും കാണാൻ പറ്റില്ല, റാലിയും കാണാൻ പറ്റില്ല. നമുക്ക് പറ്റിയത് എങ്ങനെയാണോ കാണാം, അതായത് എന്താ പറയുക, കാണാം, എന്തെന്ന് പറയാ, അതന്നെ നല്ലപോലെ കാണാൻ പറ്റണം. എങ്ങനെയാണ് അതിപ്പോൾ മതിൽ ചാടിയിട്ടായാലും നല്ലപോലെ കാണണം. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ആ പെരൻ്റെ മുറ്റത്ത് ആ മതിൽമ തൂങ്ങി നിന്നിട്ട് എന്തായാലും കളിയൊക്കെ കണ്ടിട്ടാ. പിന്നെ ആ എന്താ മൈക്കിൽ പറയുന്ന ആരാ വെച്ചാൽ എൻ്റെ ഉമ്മാനായിട്ടൊക്കെ പഠിപ്പിച്ച ഉസ്താദാ, മദ്രസത്തെ വലിയ ഉസ്താദ് അറിയിട്ടാ, കുറേ കാലം മുന്നുള്ള ഉസ്താദാ പാവം. അങ്ങനെ എന്തായാലും അത് ഇപ്പപ്പ അവിടെ എന്താണ് ഇപ്പപ്പാൻ്റെ ഇപ്പപ്പാക്ക് വേണ്ടിയിട്ടുള്ള ദുആവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട്, അതായത് വല്യപ്പാക്ക് വേണ്ടിയിട്ടുള്ള ദോർക്കലും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട്. അങ്ങനെ ആ ദോർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ടാ വെള്ളം. അങ്ങനെ പിന്നെ കിട്ടിയ വെള്ളം അത് അവിടെ വെച്ചിക്കട്ടെ. കാരണം ഈ കളി ഹരം കൂടി നിൽക്കില്ല. അപ്പോൾ അത് കാണുന്ന തിരക്കേന്ന്. എൻ്റെ അമ്മായിയൊക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫറാട്ടോ. അമ്മായി നല്ല രീതിക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ള സമാധാനം എന്താ വെച്ചാൽ അമ്മായി വീഡിയോ എടുത്താൽ എനിക്ക് ഇതിൽ കണ്ട് ആഡ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ ആയിട്ട് ഞാൻ കാട്ടിൽ. കാരണം ഇതേമാതിരി നമുക്ക് എല്ലാം കൂടി എടുക്കൽ നടക്കൂലല്ലോ. അതെല്ലാം തന്നെ എൻ്റെ ഗാലറി നിറഞ്ഞിരിക്കുന്നു കേട്ടോ. അതൊന്നും എഡിറ്റ് ചെയ്യില്ല, ഒക്കെ എടുത്ത് വെക്കും. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ അങ്ങനെ അതേമാതിരി മോഡ് വരുമ്പോൾ അതിനനുസരിച്ചിരുന്ന് എഡിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അറബന മുട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കുട്ടികളെ പരിപാടി രസമുണ്ടായിരുന്നു. പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നുമില്ല കേട്ടോ. പെണ്ണുങ്ങൾ എല്ലാ മതിൽമേയും അരുവിലും മുക്കിലൊക്കെ തൂങ്ങി നിന്ന് കാണുന്നുണ്ട്. പിന്നെ ആണുങ്ങളും അതേമാതിരി പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ കാണാൻ വേണ്ടി എത്തിയില്ല കേട്ടോ. വല്ല മതിൽമേ എവിടെയെങ്കിലുമൊക്കെ കുത്തിപ്പിടിച്ച് കയറി നിന്നിട്ടാവും കാണും. അപ്പോൾ അതിലും നല്ല സുഖത്തിൽ നമ്മൾ മുന്നിൽ വന്ന് നമ്മൾ കാണും. അത് കാണുമ്പോഴാവും നമുക്ക് പിരാന്ത് വരിക. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാവും നിന്ന് കാണാൻ നോക്കുക. നമ്മളൊന്ന് കണ്ടു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ആരേലൊക്കെ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ വല്ല വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാ, നടക്കാത്തവരും പോകാത്തവരും വേറെ ആരും ഉണ്ടാവില്ല ഈ കൂടെ. പിന്നെ ഇപ്പം റോട്ടുമ്മത്തെ പരിപാടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മതിൽ വന്നിട്ടാണ് കാണുന്നത്. ഞാൻ ആ പറഞ്ഞത് എന്താ സംഭവിച്ചാൽ, നമ്മൾ രാത്രി പരിപാടിക്കൊക്കെ പോകുമല്ലോ, അപ്പം നബിദിന പരിപാടി വീഡിയോ എടുക്കുന്ന ഇടയില്ല ആ കുട്ടികളൊന്നും അങ്ങോട്ട് ഇറക്കും ഇങ്ങോട്ട് ഇറക്കും. പിന്നെ കേട്ടോ വീഡിയോ ഇട്ടൊന്നും കിട്ടുന്നുണ്ടാവില്ല. ആ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ അല്ല, ആ നടക്കുന്ന ആൾക്കാരാവുമ്പോൾ കിട്ടട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും അവിടുത്തെ അറബന മുട്ടും ദഫുമുട്ടും എല്ലാം കഴിഞ്ഞ് പിന്നെ അത് അത്യാവശ്യം നോട്ടുമാല കോൽക്കും കിട്ടിയേക്കണം കേട്ടോ. അങ്ങനെ അതാട്ടാ ലോറി ഞാൻ പറഞ്ഞില്ല, എല്ലാ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള സംഭവം ഇതാട്ടാ. പണ്ടിൻ്റെ അപ്പാക്കും ഇതേമാതിരി തന്നെ ചെയ്യുന്നുണ്ട്. നല്ല രസമാട്ടോ അതൊക്കെ. അന്നൊക്കെ എന്ത് രസമായിരുന്നല്ലേ. ഇപ്പം പിന്നെ നമ്മൾ വലിയ കുട്ടികളായി, നമുക്ക് ഇതേമാതിരി എവിടെയെങ്കിലൊക്കെ കുത്തിപ്പിടിച്ച് കയറി നിന്നാലേ കളിയൊക്കെ കാണാൻ പറ്റുള്ളൂ. മറ്റേ ഓലെ ഇത്താലം നമുക്ക് പോവാനല്ല. പിന്നെ ചെറിയ കുട്ടികളല്ലേ, റാലിൻ്റെ ഇത്താലം പോയാൽ ആരും ഒന്നും പറയില്ലേനു. ഇപ്പം പിന്നെ അങ്ങനെയല്ലല്ലോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പെരേക്ക് തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അറബന കുട്ടികളെ ഇവലെ അയൽവാസിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഓലെ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ പെരീത്തെ താത്താക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പിന്നെ പോയാൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വണ്ടി വന്നിട്ട്, കാരണം ആ കളിയും കൂടി കണ്ടിട്ട് പോകാൻ നേരത്തെ ഏതായാലും വന്നാലും മുതലാവണ്ടേ. ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ദോശക്ക് അവിടെ അടുക്കളയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുമ്പോഴുള്ള റിസ്ക് നിങ്ങൾ കണ്ടുകൊണ്ടിട്ടാ. മതിലുമ്പോൾ കൂടെ ആകെ പുളിയറമ്പാണ്. പുളിയറമ്പിനൊന്നും നമ്മൾ വക വെക്കാതെ കേട്ടോ. അപ്പോൾ കളി കാണാൻ വേണ്ടി നിൽക്കുന്നത് ലാസ്റ്റ് വേണം പോയി ചൊറിഞ്ഞിരിക്കാൻ. കാരണം അപ്പം നമ്മൾ ഈ കളി കാണേണ്ട ഹരത്തിൽ പുളിയറമ്പിനൊന്നും ശ്രദ്ധിക്കൂലല്ലോ. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കണം. അപ്പം നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ ഞാനിങ്ങനെ ഇടങ്ങേറായി വീഡിയോ എടുക്കുന്ന ഇടയിലാട്ടൊരു വിറ്റ് കണ്ടത്. എന്താ സംഭവിച്ചാൽ അവിടെ നല്ല അസലായിട്ട് ഇങ്ങനെ അറബന മുട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ആ പെരീത്തെ കുട്ടി അത് അവിടെ നിന്ന് ഫാൻ ഇടുന്നു. അത് ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കൊണ്ട് വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. ഓന് കാര്യമായിട്ട് നിന്ന് കാണുക കേട്ടോ. കളി കാണുന്നുണ്ട്, അതിൻ്റെ ഇടയിലോ മാറ്റുന്നുണ്ട്. എന്തായാലും ഇത് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി കാണുമ്പോൾ ഓനക്ക് തന്നെ കോമഡി ആയിക്കാരട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഓനവിടെ കാര്യമായിട്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കളി കാണും രണ്ടും നടക്കണമല്ല അതാട്ടോ. അപ്പോൾ ഓന ഉള്ളിലേക്ക് പോവാതെ പുറത്ത് നിന്നിട്ട് ഫാൻ ഇടുന്നതും കളി കാണുന്നതൊക്കെ ആ പൊട്ടനെ അറിയില്ലല്ലോ അത് 4 ക്യാമറ ഉള്ള കാര്യം.
അങ്ങനെ എന്തായാലും 4 ക്യാമറയിൽ ഓനെന്തായാലും പെട്ടിട്ടുണ്ട്. കാരണം മുറ്റത്തിൻ്റെ ആ മതിലിൻ്റെ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമറ ഉണ്ട്. ഓരോരുത്തരും ഓരോ തലക്കെന്നല്ലേക്കാരം വീഡിയോ എടുക്കുക. ആ ഇതിലൊക്കെ എന്തായാലും ഓന് ഫേമസ് ആവാനുള്ള ഒരു ഇത് ഓനക്കുണ്ട് കേട്ടോ. കാരണം ഓൻ ലൈവായിട്ട് പാൻ്റ് ഇട്ടിരുന്ന എല്ലാവർക്കും കാണാൻ പറ്റി. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ്റെ പാൻ്റ് ഇടൽ കഴിഞ്ഞും ചെയ്തു. അതോടുകൂടി അർബനയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അർബനെ കാണാൻ പോയി. ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ അത് അവിടുന്ന് മുക്കുന്ന മൂലയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളും അങ്ങനെ തന്നെയാണല്ല, ആരാൻ്റെ തൊട് കയറി നിന്നിട്ടൊക്കെ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണം. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ ഉമ്മാൻ്റെ കൂടി പോയപ്പോൾ ഇതേമാതിരി ഓർക്കാപ്പുളി സമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല കേട്ടോ, ഞാൻ ചോർന്ന് കേട്ടോ. എൻ്റെ പിന്നെ ചീത്ത അറിയുന്നു കേട്ടോ, ഇജ്ജ് പെരയിലെത്തിയിട്ട് എൻ്റെ ദോശ ഇതും ഇത് തിന്നിട്ടില്ലെങ്കിൽ എൻ്റെ തലയിൽ കൂടി കൊട്ടുമെന്ന് ഇറങ്ങണം കേട്ടോ എന്നോട്. കാരണം എന്താ വെച്ചാൽ രാവിലെ ഞാനെനിക്ക് 5-6 ദോശ വേണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തക്കാളി സമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തക്കാളി സമ്മന്തി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചുടിയിച്ചതാട്ടോ. അപ്പോൾ അപ്പം ചുട്ട് വെച്ചിരിക്കുന്ന തക്കാളി സമ്മന്തിക്കുള്ള കൂട്ടാൻ, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അരക്കാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൂടാറിയിട്ടാണ് അരക്കാൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോഴൊക്കെ റാലി വരുന്നുണ്ടേ പറഞ്ഞു എൻ്റെ അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങി പാഞ്ഞതാണ്. അപ്പം എൻ്റെ മുന്നേ ചീത്ത അറിയുന്നിട്ട് അവിടെ പോയിട്ട് എൻ്റെ ചായയും കടിയൊക്കെ ജനം കുടിച്ചണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അവിടുന്ന് ആ ചോറ് നിന്നിട്ട് എനിക്ക് ചായയും കടിയൊന്നും പോയിട്ടില്ല. പിന്നെ വരുമ്പോഴതാ പയ്യൻ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചെറിയിട്ട് പായട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ചായ പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ഇത് പിന്നെ അവിടുന്ന് കടിയുന്നു കേട്ടോ. പെരയിൽ നിന്ന് ഉമ്മാനെ ഇവിടെ ഒന്നും തിന്നിട്ടില്ല. ഞാൻ പിന്നെ അവിടുന്ന് സമ്മന്തി കണ്ട കാരണം ഞാൻ വേഗം ചോറ് നീന്നല്ല പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ കുളിച്ച് മാറ്റിയിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകട്ടെ. അപ്പോൾ ഉമ്മാക്കൂട്ടും കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞു ഉമ്മാനായിട്ടും വെയ്ത്താലം പോയിക്കോന്നിട്ട്. അപ്പോൾ ഓനക്ക് ഉമ്മാനായിട്ടും വെയ്ത്താലം പോകണില്ലോ, എൻ്റെ കൂടെ തന്നെ പോരുകയാണ് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ ഓനെയും കൂട്ടിയിട്ട് ഞാനും ഓനും കൂടി കല്യാണത്തിന് പോകണ കാര്യം എനിക്കും കമ്പനിക്ക് ആരേലൊക്കെ വേണ്ടേ. ഒറ്റയ്ക്ക് പോയൊരു മടിയല്ലേ. എനിക്കാണെങ്കിൽ ആരേലൊക്കെ വേണം കേട്ടോ. എവിടേക്കെങ്കിലും പോകുമ്പോൾ തിരൂരിൽ നിന്നാണെങ്കിൽ രാവിലെ വെയ്ത്താലം വേണം. ഇവിടെ വന്നാൽ എൻ്റെ അമ്മ ആരേലൊക്കെ ആയിട്ട് എൻ്റെ വെയ്ത്താലം വേണം. ഇവനാണെങ്കിലോ എൻ്റെ വെയ്ത്താലം കൂടിയിരിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വെയ്ത്താലം വന്നാൽ അവനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ വെയ്ത്താലം കൂടിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പോകുമ്പോൾ ഞാൻ ഓനായിട്ട് ഓരോന്ന് പറഞ്ഞ് എഴുതുണ്ടാക്കി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓനോട് കല്യാണം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഓനെ കളിയാക്കി കേട്ടോ. അപ്പോൾ അതിനട്ടപ്പോൾ ആ തല്ലണവും കുത്തനൊക്കെ ഓനെ തല്ലും കുത്തൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടാ. പിന്നെ എന്തായാലും ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നിട്ടാ. തിരിച്ച് പോകുന്ന വെച്ചാൽ പെരേക്കല്ല കേട്ടോ പോയിക്കുന്നത്, ബസ് എത്തിക്കാൻ വേണ്ടി പോയത് എന്നിട്ട്. കാരണം കല്യാണത്തിനല്ലേ നമ്മൾ പോകണം. അപ്പോൾ എൻ്റെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരത്തി എന്നിട്ട് ഞങ്ങൾ 3 ആൾക്കാരായിരുന്നിട്ടാ. അതിൽ ഞാനും എൻ്റെ കൂട്ടുകാരത്തി, അവളെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. പിന്നെ അത് 3ാമത്തെ ആളും എന്താണ് ഇപ്പോൾ ടീച്ചറാട്ടോ. ടീച്ചറാവാനൊക്കെ പഠിച്ചിട്ട് എന്തായാലും TTC ഒക്കെ പഠിച്ച് ടീച്ചറായി കയറിയിട്ടാ. ഞങ്ങൾ 2ആളും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി കൂടിയിട്ടാ. പിന്നെ എന്തായാലും എൻ്റെ കൂട്ടുകാരത്തി ബസ്സിനായിരുന്നു. അപ്പോൾ ആദ്യം വന്ന ബസ്സിൽ കയറാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ ഓൾ ഈ ബസ്സിലായ കാരണം ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഓളുള്ള ബസ്സിൽ ഞങ്ങളും കയറി. അങ്ങനെ പിന്നെ കല്യാണത്തിന് വേണ്ടി പോകട്ടോ. ഇതൊക്കെ നിന്ന് ചടച്ചിക്കണം കേട്ടോ. കാരണം നമ്മളൊരു ബസ് എത്തിക്കുമ്പോൾ അങ്ങനെയാണല്ല, ധൃതി പിടിച്ചൊരു വഴിക്ക് പോവുകയാണെങ്കിൽ ബസ് കിട്ടില്ല. അതിനൊന്ന് വൈകി ഇറങ്ങി അന്ന് ബസ് നമ്മൾ മുന്നേ കൂടെയാണ് പോയല്ല, നേരത്തെ വന്നിരുന്ന ബസ് കിട്ടില്ല. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ്സും കിട്ടി. അങ്ങനെ കല്യാണം പെരയിലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആവണം കേട്ടോ. കാരണം 12:30 12:45 ആ ഒരു ടൈം ആട്ടോ. ഞങ്ങൾ നേരത്തെ കാലത്തെ കല്യാണത്തിന് പോയിക്കുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും ചെന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് കഴിഞ്ഞപ്പോൾ ഓളെ താത്താൻ്റെ വക പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓളെ താത്ത എല്ലാം പാട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കൂട്ടുകാരത്തിയാണ്. ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒതുങ്ങി കൂടി. ഓൾ TTC എന്ന് പഠിച്ചിരുന്നു. അങ്ങനെ ഓൾ ടീച്ചറൊക്കെ ആയി കയറി. ഓളെ കുട്ടികളെ വക ഓൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങ് നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ പോന്നിട്ടോ. കാരണം ഞങ്ങൾ ഇറങ്ങിയോട് കൂടി ഞങ്ങൾക്ക് ബസ്സും കിട്ടി അവിടെ നിന്ന് നേരിട്ട്. അങ്ങനെ പിന്നെ കിട്ടിയ ബസ്സൊക്കെ അങ്ങനെ ഞങ്ങൾ കയറി പോന്നിട്ട്. പിന്നെ ചേണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ടിലോ നോക്കിയാട്ടോ. പക്ഷേ ടിലോ കിട്ടിയില്ല. പിന്നെ കിട്ടിയ വെള്ളം വേങ്ങി. ഇത് പിന്നെ അതേമാതിരി ഒരു വെള്ളം വേങ്ങി. അങ്ങനെ 2ആളും കൂടി വെള്ളമൊക്കെ കുടിച്ച് പോന്നിട്ടാ. പിന്നെ ഞങ്ങളെ ഡ്രൈവർ പറയണ്ടല്ലോ, മുത്തുമോൻ തന്നെ എന്നിട്ടാ. ഓനും ഉമ്മാൻ്റെ കൂടി പോയി കിടന്നിറങ്ങിന്ന്. അപ്പോൾ ഇപ്പോൾ നബിദിന പരിപാടിയൊക്കെ ആയിട്ട് ഓനക്കും പരിപാടിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഉച്ചയ്ക്കല്ലേ അപ്പോൾ നടന്ന് പോകാൻ മടിച്ചിട്ട് ഓനെ വിളിച്ചിരുത്തിയിട്ട് അങ്ങനെ പിന്നെ പെരയിൽ പോയിട്ട് പിന്നെ രാത്രി ഇതേമാതിരി ഇമ്മൊരു തട്ടിക്കൂട്ട് ചോറുണ്ടാക്കി. എന്നിട്ട് എന്താ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കിന്ന്. സോയാബീൻ ബിരിയാണിയൊക്കെ തിന്ന് പിന്നെ അതാട്ടെ ഞാൻ അടുപ്പിച്ചാൽ കൊണ്ടുവന്ന ആ ഡ്രസ്സും അതിലേക്കൊരു പലാസ പാൻറ്റും പച്ചമുണ്ടും നല്ല ഇഷ്ടമായിട്ട് ഡ്രസ്സ് ടോപ്പ് മീഷോന്നായിരുന്നു കേട്ടോ. ഷോർട്ട് ടോപ്പാട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കൊക്കെ കാട്ടി പിന്നെ മദ്രസക്ക് പരിപാടി കാണാൻ വേണ്ടി പോകട്ടോ. പോണത് മുത്തുമ്മാൻ്റെ വൈത്താലം തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ കൂടി പോയിട്ട് അങ്ങനെ ഉമ്മമാനായിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ. അമ്മായിട്ടൊക്കെ ആദ്യം തന്നെ ബൈക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മമാനൊക്കെ എടുത്ത് ഞങ്ങൾ മദ്രസക്ക് എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ അതാ കടലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അത് പോകുമ്പോൾ തന്നെ കണ്ണ് വെച്ചിരുന്നു. പക്ഷേ ഞാൻ കടലൊന്നും തിന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ചോയ. എനിക്ക് കടല തിന്നാൽ എന്തോ ഒരു മന്ദപ്പാട്ടം എന്ന് വെച്ചാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന മാതിരി. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ചോയ. എന്താണെന്നാവട്ടെ, ബേക്കറിത്തെ കടലായാലും ശരി ഞാൻ എടുക്കില്ല കേട്ടോ.
അങ്ങനെ പിന്നെ എൻ്റെ മിതുട്ട് ആദ്യം തന്നെ പറഞ്ഞേക്കണം കേട്ടോ കടലൊക്കെ വേകണമെന്ന്. അങ്ങനെ പിന്നെ ചെന്ന് അപ്പം അത് ഉസ്താദുമാർ ഉദ്ഘാടന പരിപാടിയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എന്താ പറയുക ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ അമ്മേൻ്റെ കുട്ടിക്ക് കടലൊക്കെ നിലവിളിച്ച്, അല്ല അമ്മേൻ്റെ കുട്ടി കടലൊക്കെ നിലവിളിച്ച് ഓൽക്ക് കടല വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കടലക്ക് വേണ്ടി പോയിട്ട് അങ്ങനെ കടല വേങ്ങി വന്നപ്പോൾ അയൽവാസി താത്ത ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ ദഫ് കളിച്ചല്ലോ പെരക്കാർ, ഓലുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഓല് വന്നപ്പോൾ ഇതേമാതിരി തിന്നാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങിയിരുന്നു. അപ്പോൾ ഓലോടുന്ന് ഒരു നെല്ലിക്കയും കിട്ടി, പിന്നെ വേങ്ങിയ കടലയും തന്ന്. ഞാനല്ല കേട്ടോ കടല തന്ന്, അമ്മേൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ ഓളടുത്ത് വേങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്താട്ടാ. നെല്ലിക്ക ഞാനും തന്ന്, ഉമ്മാക്കും കൊടുത്ത നെല്ലിക്കയാണ്, ഉമ്മ തന്നിട്ട് പകുതി എനിക്കും തന്ന്. അങ്ങനെ നെല്ലിക്കൊക്കെ തിന്ന് കഴിഞ്ഞ് അമ്മേൻ്റെ കുട്ടീൻ്റെ പാട്ടും പരിപാടിയൊക്കെ ഇട്ടത്. ഓനക്ക് പാട്ട് ഇതേമാതിരിയുള്ള എന്താ പറയുക അങ്ങനെയുള്ള എല്ലാവരും കൂടി കൂടിയിട്ടുള്ള പാട്ടും പരിപാടിയും പിന്നെ എന്താ ഫ്ലവർ ഷോ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓൻ്റെ പാട്ടും പരിപാടിയൊക്കെ കണ്ടിരുന്ന് നേരെ ആയിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കണ ഇത് ഞങ്ങൾ ഓലെ മദ്രസിൻ്റെ മുന്നിലുള്ളൊരു ഹിന്ദുക്കളെ പെരണ്ട് കേട്ടോ. ആ ചേച്ചീൻ്റെ പെരൻ്റെ മുറ്റത്ത് നിന്നിട്ടാ ഇങ്ങനെ കാണുന്ന നബിദിന പരിപാടി. അതിൻ്റെ ഇടയിൽ കിട്ടിയല്ലോ വേങ്ങി കുടിച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇളനീർ ജ്യൂസൊക്കെ കിട്ടിയിട്ട് അവിടെ പിന്നെ ഇടക്കും തലക്കും കുടിച്ചാലും തിന്നാനൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ പിന്നെ ഈ മതിലിനോട് ചാരിയിട്ടായതുകൊണ്ട് ചിലതൊന്നും ഞങ്ങളാണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെണ്ണുങ്ങളാളൊക്കെ റോട്ടും എത്തിക്കണം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്ന ഒരു 11:45 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു, കാരണം മിഥുന് സ്കൂൾ മദ്രസ ഉണ്ട്. അങ്ങനെ പിന്നെ പരിപാടിയൊക്കെ കണ്ട് കഴിഞ്ഞ് പെരേക്ക് തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.